ഇപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അഡോബി ഫയർഫ്ലൈ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഒരു ചെറിയൊരു പ്ലാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ആൻഡ് 20 അതർ ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. ഓപ്പണിംഗ് ബ്രൗസർ ഞാൻ കൊടുത്തു. അപ്പോൾ നേരെ ഫയർഫ്ലൈയിലോട്ട് പോയി. അപ്പോൾ ഗെറ്റ് ക്രിയേറ്റീവ് വിത്ത് അഡോബി ഫയർഫ്ലൈ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് വിചാരിക്കുക എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്. അപ്പം എനിക്ക് ഞാൻ പറയുന്നത് ടെക്സ്റ്റ് ടു ഇമേജ് അല്ലെങ്കിൽ ജനറേറ്റീവ് ഫില്ല്. നമുക്ക് അതിൻ്റെ ജനറേറ്റീവ് ഫില്ല് നോക്കണ്ട. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ജനറേറ്റീവ് എക്സ്പാൻഡ് പ്രിവ്യൂ ഉണ്ട്. ജനറേറ്റീവ് ഓഡിയോ ആൻഡ് വീഡിയോ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയും ഓഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ടെക്സ്റ്റ് ടു ഇമേജിനെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു വട്ടത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറേറ്റ് എന്ന് പറഞ്ഞ് നേരെ അതിലോട്ട് കയറിപ്പോവും. എന്നിട്ട് ഡിസ്ക്രൈബ് ദ ഇമേജ് യു വോണ്ട് ടു ജനറേറ്റ്. അപ്പം ടെക്സ്റ്റ് ടു ഇമേജിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കണം എന്താണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിപ്പം ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് വേണം. അപ്പോൾ ഞാൻ പെർസ്പെക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാണ് ഐ വോണ്ട് എ പെർസ്പെക്റ്റീവ് ഫോട്ടോ ഫോർ മൈ യൂട്യൂബ് തംബ്നെയിൽ. ഓക്കെ, പെർസ്പെക്റ്റീവിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പെർസ്പെക്റ്റീവ് ക്ലിയർ ചെയ്ത് വിടുക, ദെൻ ജനറേറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ജനറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആക്ച്വലി ആ പ്രോംപ്റ്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സംഭവം നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ ചുമ്മാ ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ ഏത് ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്, സ്ക്വയർ ആണോ അതേപോലെ തന്നെ ബാക്കിയുള്ള ലാൻഡ്സ്കേപ്പ് ആണോ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് വരും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവിടെ ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്യണേ. ക്ലോസ് ഐ വോണ്ട് ലൈക്ക് ടു ബി പെർസ്പെക്റ്റീവ് ആ ഒരു റേഞ്ചിലാണ് വന്നത്. അപ്പോൾ എനിക്കപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനങ്ങ് മാച്ചുകൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് വെറുതെ ഈ സ്ക്വയറിനെ ഒന്ന് ആദ്യം മാറ്റിയിട്ട് നമുക്ക് 16:9 ആക്കാം. 9 ആക്കിയിട്ട് ഞാൻ പറയാണ് പെർസ്പെക്റ്റീവ്. ഇങ്ങനെ അടിക്കുമ്പം ഇതിൻ്റെ അകത്ത് കണ്ട പ്രോംപ്റ്റ് ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ പ്രോംപ്റ്റ് ഇവിടെ വരും. പെർസ്പെക്റ്റീവ് സ്പേസ് അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു സംഭവം വരും. രണ്ടാമത്തെ ലെറ്ററിന് തന്നെ വ്യൂ ഓഫ് എ സ്മോൾ ബ്രിഡ്ജ്, വ്യൂ ഓഫ് ആൻ ഏൻഷ്യൻ ടൗൺ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ വ്യൂ ഓഫ് എ. അപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആകത്തില്ല. വ്യൂ ഓഫ് എ ഞാൻ പറയാണ് ഓൾഡ് കേരള വില്ലേജ്. ഓക്കെ, ഞാനിപ്പോൾ കേരള ഒന്ന് വലുതാക്കി കൊടുത്തു. ഓക്കെ, പെർസ്പെക്റ്റീവ് ഞാനൊന്ന് വലുതാക്കി, ജനറേറ്റ്. ഓക്കെ, ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഉപയോഗപ്രദമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിതിനെ എഡിറ്റും ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് റെഫറൻസ് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്ലോഡ് ഇമേജ് ഉണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഇതെല്ലാം നമ്മൾ എന്താണ് ജനറേറ്റീവ് ഫില്ല് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതായത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഡീഫോൾട്ടായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത ഒരു പിക്ചറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് പിക്ചർ വേണം ആ ഒരു പിക്ചറിനെ ഞാനിപ്പോൾ ഒരു ഇവിടെ നിന്ന് നമുക്കതിന് എടുക്കാം. ഈ ഒരു പിക്ചർ എടുക്കാം, അല്ലെങ്കിൽ ഏതാണ് നല്ല പിക്ചർ, ഇത് കുഴപ്പമില്ല, അത് നല്ല പിക്ചർ തന്നെയാണ്. ഓക്കെ, ഈ പിക്ചറിന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിക്ചർ സെലക്ട് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ആഡ് ടെക്സ്റ്റ്, ആഡ് ഷേപ്സ് ആൻഡ് ഗ്രാഫിക്സ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പണിങ് യുവർ ഇമേജ് എന്ന് പറഞ്ഞ് കണ്ടോ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനൊക്കെ തക്ക രീതിയിലുള്ള എലമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല. പകരം നമ്മൾ ഇതിൻ്റെ അകത്ത് വിഷ്വൽ ഇൻറ്റൻസിറ്റി ഉണ്ട്. നമുക്ക് എത്രത്തോളം അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാം. അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. തീംസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ടോൺ ഏത് കളറാണ് വേണ്ടത്. ഞാൻ മോണോക്രോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ കൂൾ ടോൺ ആണെങ്കിൽ കൂൾ ടോൺ. അതുപോലെ പല പല കാര്യങ്ങളും. ലൈറ്റിംഗ് എങ്ങനെയാണ്, മൾട്ടി എക്സ്പോഷർ, സ്റ്റുഡിയോ ലൈറ്റ്, ഡ്രാമാറ്റിക് ലൈറ്റ്, അങ്ങനെയുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതേപോലെ ലോങ് ടൈം എക്സ്പോഷർ ആണെങ്കിൽ ലോങ് ടൈം എക്സ്പോഷർ. ക്യാമറ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈഡ് ആംഗിൾ ആണെങ്കിൽ കണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട്. എൻ്റെ അകത്ത് വൈഡ് ആംഗിൾ ആണെങ്കിൽ വൈഡ് ആംഗിൾ കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജനറേറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറും. അപ്പോൾ അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, കൂൾ ടോൺ
ലോങ് ടൈം എക്സ്പോഷർ, വൈഡ് ആംഗിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ ആ ഒരു വൈഡ് ആംഗിളിലാണ് ഇപ്പോൾ ഈ സംഭവം ഇരിക്കുന്നത്. എന്നാൽ ആ ഒരു വൈഡ് ആംഗിളിൽ കൊടുത്തതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിട്ട് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ലോങ് ടൈം എക്സ്പോഷർ റിമൂവ് ചെയ്ത് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോ ഏരിയക്കകത്തും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്കതിൻ്റെ തീംസും അതുപോലെ മെറ്റീരിയൽസും ടെക്നിക്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റീട്യൂക്ക് ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഈ ഒരു ഫോട്ടോഗ്രാഫാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കൂൾ ടോൺ, വൈഡ് ആംഗിൾ ഞാൻ രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ രീതിയിലുള്ള സംഭവം കൊണ്ട്. പിന്നെ ടെക്നിക്സാണുള്ളത്. ടെക്നിക്കിനകത്ത് നമുക്ക് കണ്ടോ ബോർഡ് ലൈൻസ്, ഡിജിറ്റൽ, ഇത് എക്സ്പോഷർ, ഹാഫ് ടോണ്, ക്ലിക്ക് പെയിൻറ്റ്. അത് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെയിൻറ്റിൻ്റെ രീതിയിലുള്ള അത് പെയിൻറ്റ് ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ജനറേറ്റ് ആവുന്നത്. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ജനറേറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ ഏതാണ് എടുക്കാൻ പറ്റുന്നത് ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു.